പ്രിയ സുഹൃത്തുക്കളെ, കുട്ടികളെ നന്നാക്കാൻ ശാരീരികമായ ശിക്ഷകൾ നൽകുന്ന രീതി പണ്ടുണ്ടായിരുന്നു. നാം എല്ലാം തല്ലുകൊണ്ട് വളർന്നവരാണ്. അതായത് സ്കൂളിൽ എല്ലാ അധ്യാപകനും കൈ വടിയുണ്ടായിരുന്നു, തല്ല് കിട്ടുകയും ചെയ്യുമായിരുന്നു. ചില അധ്യാപകർ ഓർക്കുമ്പോൾ നമുക്കിപ്പോൾ ബഹുമാനം ഉണ്ടെങ്കിലും ഒരു തല്ലിയത് കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. ഞങ്ങൾക്കൊരു ഹെഡ് മാസ്റ്റർ ഉണ്ടായിരുന്നു, ജോർജ് വർഗീസ് സാർ എന്ന് പറയും. അദ്ദേഹം തൻ്റെ കയ്യിലൊരു ചൂറിൽ പുറകിൽ പിടിച്ചുകൊണ്ട് പതുക്കെ സ്കൂളിൻ്റെ വരാന്തകളിലൂടെ എല്ലാ ക്ലാസ് മുറിയുടെ മുമ്പിലൂടെ നടന്നു പോകും. ആ പോക്കൊരു ഭയങ്കര അനുഭവമായി. എന്ന് പറഞ്ഞാൽ സാറ് വരുന്നുണ്ട് കഴിഞ്ഞാൽ അച്ചടക്കമായി, ക്ലാസ്സിൽ ഡിസിപ്ലിൻഡായി, കൈ കിട്ടിയാൽ ഏതെങ്കിലും കുരുത്തക്കേട് കിട്ടിയാൽ അടി കിട്ടുകയും ചെയ്യും. പക്ഷേ ഓർമ്മകളിൽ ആ അധ്യാപകനെ ആരാധനയോടെ ഞങ്ങൾ കാണുക, അത്ര ഡിസിപ്ലിനായിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. അപ്പോൾ അന്നത്തെ കാലഘട്ടങ്ങളിലെ ശാരീരിക ശിക്ഷകൾ നൽകുന്നതിൽ അധ്യാപകർക്ക് ഒരു മടിയുമില്ലായിരുന്നു. ചില അധ്യാപകർ അത് കിഴുക്കി അവിടെ മുഴുവൻ പറിച്ചെടുത്തുകൊണ്ട് പോകും. അങ്ങനെയുള്ള കിഴുക്കുന്ന ആൾക്കാരും ഉണ്ടായി. പക്ഷേ കോടതി പറഞ്ഞത് വേണ്ട. കോടതി പറഞ്ഞു അങ്ങനെ ശാരീരിക ശിക്ഷയൊന്നും വേണ്ട. അതുകൊണ്ട് അധ്യാപകർ ഇപ്പോൾ വടിയെടുക്കാറില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നീ വടിയെടുത്ത് തല്ലി തേച്ച് ഇപ്പോഴത്തെ കുട്ടികൾ അന്നത്തെ കുട്ടികളെ പോലെയല്ല. ഇപ്പോഴത്തെ കുട്ടികളെ വളർത്തിയെടുക്കുന്ന രീതി കണ്ടാൽ തക്കാളിപ്പഴം പോലെ ഇരിക്കും കാല്. ഒരു ചെറിയ വടി കൊണ്ടു കഴിഞ്ഞാൽ അവിടെ പാട് വീഴും. ആ പാട് കൊണ്ട് പോലീസിനെ കാണിച്ചാൽ ഉടനെ അറസ്റ്റോ അധ്യാപകൻ്റെ പേരിൽ വരും. അങ്ങനെയുള്ള സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അങ്ങനെ സംഭവിച്ചു ഒരിടത്ത്. ഒരു നല്ല സ്കൂളിൽ അല്പം ഓട്ടിസുള്ള കുട്ടി അത് ഇരുന്നാൽ ഇരിക്കുന്നിടത്ത് ഇരിക്കില്ല, അത് ഓടും. ടീച്ചർ മടുത്തിട്ട് തന്നെ ഇന്ന് അവസാനം ആ കുട്ടിയുടെ 2 അടി വെച്ച് കൊടുത്തു. അടി വെച്ച് കൊടുത്തുണ്ടാച്ചാൽ പേരൻ്റ് വന്നിട്ട് ആ പാടെ ചൂടായി മാത്രം ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പാട് ഞാൻ പറഞ്ഞല്ലോ, തക്കാളി ക്യാബിൽ ഇരിക്കുന്ന കാലല്ലേ, പാടുണ്ട്. ഡോക്ടർ അന്നേരെ കുറിച്ചും മർദ്ദനം എന്ത് ചെയ്തു, ഉടനെ പോലീസിൽ കേസ് കൊടുത്തു. SI ടീച്ചറിനെ അറസ്റ്റ് ചെയ്യാൻ ഓർഡർ ഇട്ടു. ഇത് നടന്ന കാര്യമാണ്. നല്ല ടീച്ചർ, അധ്യാപകരുടെ ഗതികേട് കണ്ടില്ലേ. ദൈവാനുങ്ങൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ അന്ന് പത്രസ്ഥാപനത്തിന് ചുമതലയിലായിരുന്ന എന്നോട് ഈ പറയുന്ന എൻ്റെ കോർപ്പറേറ്റ് മാനെ വിളിച്ചു അച്ഛങ്ങനെ കേസുണ്ട്. ഞാൻ ഇന്നലെ നേരത്തെ പറയാൻ വേണ്ടി അയാളും പറഞ്ഞ് നോക്കട്ടെ. അന്നത്തെ SP വിളിച്ച് പറഞ്ഞു, ഇത് ശരിയാണോ? അധ്യാപകരുടെ മാന്യതയെ കളഞ്ഞു കുളിക്കുന്നതല്ലേ. അധ്യാപിക ചെയ്തെന്ത് തോന്നുന്നു, ഓട്ടീസുള്ള കുട്ടിയെ അതൊന്ന് ചെറിയ വടി കൊണ്ട് അടിച്ചു എന്നല്ലേ ഉള്ളൂ, അതാണ് അത്ര വലിയ ഒരു തെറ്റെന്ന് ചോദിച്ചപ്പം നല്ലവനായ SP പെട്ടെന്ന് SI വിളിച്ച് സ്ക്വാഷ് ചെയ്തു. ഞാനൊരു എൻക്വയറി നടത്തിയിട്ടാന്ന് പറയാൻ നടത്തിയതിന് ശേഷം സ്ക്വാഷ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത്രയും പേടിച്ചാറ്റിയ. എങ്കിലും ആ ടീച്ചർ ഒളിവിൽ പോകേണ്ടതായിട്ട് വന്നു. 1 മാസം എടുത്തു. അപ്പോൾ ഇതാണ് ആ ശരീരത്തെ അല്ലെങ്കിൽ ശാരീരിക ശിക്ഷ കൊടുത്താലുള്ള അവസ്ഥ എന്ന് പറയാം. അതിച്ച് കൂടിപ്പോയപ്പോഴത്തെ അവസ്ഥ എന്ന് പറയും. വാസ്തവം പറഞ്ഞ പാശ്ചാത്യങ്ങളിൽ മറ്റൊരു രീതിയാണ്. എന്തായാലും ശരി. അപ്പോൾ ശാരീരിക ശിക്ഷ ഇപ്പം ഇല്ലെങ്കിലും മാനസിക ശിക്ഷ കഠിനമായിട്ട് നടക്കും. അതിൻ്റെ ഉദാഹരണമാണ് നിതിൻ രാജ് ഈ അടുത്ത ദിവസം നടന്നത്. ആലോചിച്ച് നോക്കുകയും, അവൻ അവർണനായി പോയത് അവൻ്റെ കുറ്റമാണ്. പഠിക്കാൻ മിടുക്കൻ അവൻ പോയത് ഡെൻ്റൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുക നിസ്സാര കാര്യമാണ്. എൻട്രൻസ് ടെസ്റ്റ് എഴുതി കയറിപ്പോയി, മെറിറ്റിൽ അഡ്മിഷൻ കിട്ടി. ആരുടെയും വൃത്തി ആനുകൂല്യമോ ഇൻഫ്ലുവൻസോ ഒന്നുമല്ല. അപ്പം തീരെ പാവപ്പെട്ട കൂലിപ്പണിക്കാരനായ പെയിൻ്റടിക്കാരനായ അപ്പൻ്റെ മകൻ, രോഗിയായ അമ്മ. ഇപ്പം ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഈ സവർണനായ അധ്യാപകന് ഇഷ്ടപ്പെട്ടില്ല. സാധാരണഗതിയിൽ ഹോസ്റ്റലിൽ മുറി കൊടുക്കേണ്ടടുത്ത് കൊടുക്കാതെ സിക്ക് റൂമാണ് ഇവന് കൊടുത്തത്. ആദ്യം ചെന്നപ്പോൾ തന്നെ തഴച്ചിലായി. പലപ്പോഴും ഇങ്ങനെയുള്ള കുട്ടികൾ ആരെങ്കിലും ബാക്കിൽ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവൻ തകർന്നു പോകും. ആരെങ്കിലും വളരെ ഉന്നതമായ സ്ഥാനീയ ആൾക്കാർ ആരുടെയെങ്കിലും കയ്യിൽ ചെന്ന് പെട്ട് അവനെ പ്രോത്സാഹിപ്പിച്ച് അവൻ രക്ഷപ്പെട്ടു. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കഠിനമായി അതിനെപ്പോലെ ലേഡി അധ്യാപിക അതിനേക്കാളും കഷ്ടം. അതായത് ഉയർന്ന തസ്തികയിലേക്ക് ഇവരാരും വരണമെന്ന് ഈ സാക്ഷര കേരളത്തിൽ ഇതാണ് ചിന്തയെങ്കിലേ വടക്കേ ഇന്ത്യ എന്നാ നടക്കുന്ന നമുക്ക് അറിയാം. വിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ലെന്ന് ഇവർക്കേ. ഇവരെ വിദ്യാഭ്യാസം കന്നുകാലികൾ ആരും നോക്കും, അങ്ങനെ കൊടുക്കാൻ പാടില്ലാന്ന്. അപ്പോൾ ഡെൻ്റൽ കോളേജിൽ ഈ പാവപ്പെട്ട കുട്ടി അവനെ കൊണ്ട് താമസിച്ചു സിക്ക് റൂമിൽ. അമ്മയ്ക്ക് രോഗം, അവനതുകൊണ്ട് ലോൺ എടുത്തിട്ട് അപ്പാടെ വീട്ടിലെ ഏക ആശ്രയമല്ലേ ഈ കൊച്ചൻ. അവനമ്മയ്ക്ക് ലോൺ എടുത്തു. പക്ഷേ തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അതിൻ്റെ പ്രശ്നമുണ്ടായി. അതുമൊക്കെ വെച്ചുകൊണ്ട് പരിഹസിക്കുന്ന അധ്യാപകൻ. ആലോചിച്ച് നോക്കി, എല്ലാ അധ്യാപകരും അങ്ങനെ അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പേരിലല്ലേ അടുത്ത കാലത്ത് ഹർത്താൽ നടന്നത് ഈ ദിവസങ്ങളിൽ. പക്ഷേ ഹർത്താൽ നടന്നെങ്കിൽ ഒരു കാര്യം പറയാനുണ്ട്. ഹർത്താൽ ഇങ്ങനെയാണ് നടത്തേണ്ടത്. എന്തിനാ ഹർത്താൽ നടക്കുന്നത്?
ഹർത്താൽ നടക്കുന്ന ജനശ്രദ്ധ അത് കൊണ്ടുവരാൻ വേണ്ടി, ജനത്തിൻ്റെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി. എന്നിട്ട് ഇങ്ങനെയാണോ ഹർത്താൽ? ഹോസ്പിറ്റലിൽ പോകുന്ന വാൻ തടയുക, രോഗിയായിട്ട് ഹാർട്ട് അറ്റാക്ക് വന്ന ആളിനെ കൊണ്ടുവന്ന് വെച്ച് തടയുക. വാസ്തവത്തിൽ ആ ഹർത്താലിന് വിപരീത ഫലമല്ലേ ഉണ്ടായിരുന്നു? അത് നേതാക്കൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. വാസ്തവത്തിൽ കരുണ അർഹിക്കുന്ന, അനുകമ്പ അർഹിക്കുന്ന ഒന്നാം തരം ഒരു കേസ്, അതിലൂടെ തെറ്റായ, അതിന് നേരെ വിരുദ്ധമായ വികാരം സമൂഹത്തിൽ സൃഷ്ടിക്കാൻ ഈ ഹർത്താൽ ഇടയാക്കി. എൻ്റെ ഹർത്താൽ വേണ്ട, അതും മൗനമായിട്ട് ഹർത്താൽ നടത്തിയിരുന്നെങ്കിൽ എന്തായിരുന്നു കുഴപ്പം? സമൂഹത്തെ ശല്യപ്പെടുത്താതെ ആൾ ശ്രദ്ധിക്കുകയും ചെയ്യുമായിരുന്നു. ബലമായിട്ട് കടയടിപ്പിക്കുക, ബലമായിട്ട് വണ്ടി തടയുക, എന്നാൽ അത്യാവശ്യം ആ യാത്രയ്ക്കൊക്കെ അനുവാദം കൊടുക്കണം. അതല്ല, ഇപ്പം ഇതിനകത്തൊക്കെ തെറ്റായ വഴി ഉണ്ടായതുകൊണ്ട് പലപ്പോഴും നന്മ നടക്കാതെ പോകുന്നു. ഇപ്പം പൊതുജനം വിരോധികളായിട്ട് മാറിയില്ല. പോട്ടെ, അത് ഹർത്താലിനെ കുറിച്ച് പറഞ്ഞതാണ്. എന്തായാലും ഇതിനിടെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നല്ല അധ്യാപകർ ധാരാളമുണ്ട്. നമ്മുടെ എല്ലാവരുടെയും അനുഭവം തന്നെയല്ലേ? ധാരാളമുണ്ട്, വളരെ ധാരാളം. ഇങ്ങനെ ഈ കേസ് നടന്ന് കേട്ടപ്പോൾ അടുത്തിരുന്ന ഒരു വൈദികൻ പറയാം, ആ കൊച്ചൻ എൻ്റെ അടുത്തെങ്ങാനും വന്നിരുന്നെങ്കിൽ ഞാൻ അവനെ വളർത്തിക്കൊണ്ടേനെ, ഞാൻ അവന് ഫീസ് കൊടുത്തോണ്ടേനും എന്ന് പറഞ്ഞ് എൻ്റെ വൈദികനായ ഒരു കൂട്ടുകാരൻ അച്ഛൻ പറയുണ്ടായി. എത്രയോ കുട്ടികൾ ഇതുപോലെ വൈദികരുടെ വലിയ സഹായത്തോടെ കടന്നുപോയിട്ടുണ്ടെന്ന് പലപ്പോഴും ഓർക്കാറില്ല. പലപ്പോഴും അതായത് ഏതെങ്കിലും കാര്യത്തിൽ ഒരു പതുക്കെ പബ്ലിക്കായാലും ഏത് മതത്തിൽപ്പെട്ട ആളാണ് ഓടി വരാൻ പറ്റുന്ന ഏക വ്യക്തി എന്ന് പറയുന്ന ഈ ലോകയിട്ട ഈ മനുഷ്യനാണ്. അവർക്കറിയാം ഈ അച്ഛൻ്റെ അടുത്തേക്ക് എന്നാൽ എന്തെങ്കിലും ഉപകാരം ഉണ്ടാകും, മറ്റാരുടെ അടുത്തേ അത്രയും പ്രിയമായിട്ട് വരില്ല. ഇത് ഞങ്ങൾക്ക് അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഒരിക്കൽ ഇന്ന് രാഷ്ട്രീയ പദവിയിൽ വളരെ ഔന്നത്യത്തിലുള്ള ഒരു വ്യക്തി ഒരിക്കൽ പറഞ്ഞു, വളരെ ഉന്നതമായ ഔന്നത്യത്തിലുള്ള വ്യക്തി, അദ്ദേഹം രാഷ്ട്രീയം കളിച്ച കോളേജിൽ, വലിയ ഒരു കോളേജിൽ അദ്ദേഹം വളരെ സന്തോഷവാനായി രാഷ്ട്രീയത്തിൽ നിറഞ്ഞ് മുഴുകി നടന്നു. പക്ഷേ പരീക്ഷയ്ക്ക് സമയത്ത് ഫീസ് അടയ്ക്കാൻ കിട്ടിയില്ല, മറന്നുപോയി, ആ വിവരമെല്ലാം പോയി. അവസാനം ഓർക്കണം, അയ്യോ ഫൈനൽ പരീക്ഷയ്ക്ക് ഫീസ് അടച്ചില്ല. അപ്പാടെ ചങ്കും തിരുമ്മി വിഷമിച്ച് പ്രിൻസിപ്പലിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അതൊരു വൈദികനാണ്. പ്രിൻസിപ്പൽ അച്ഛൻ അവനെ നോക്കി ചിരിച്ചോണ്ട് പറഞ്ഞു, നീ പേടിക്കേണ്ട, നിൻ്റെ ഫീസ് ഞാൻ അടച്ചിട്ടുണ്ട്. ആ മനുഷ്യനുണ്ടായ സന്തോഷം. എന്നിട്ട് ഈയിടെയും അദ്ദേഹം പറയുകയുണ്ടായി, എനിക്ക് ആ പ്രിൻസിപ്പൽ അച്ഛനെ മറക്കാൻ പറ്റുമോ? അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് വരെ എത്തിയ ആളാണ്, ഇന്നും നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ട്, മന്ത്രിയായിരുന്നയാളാണ്. അപ്പം അങ്ങനെ ആ മനുഷ്യനെയൊക്കെ ആ സമയത്ത് ഒരു പ്രിൻസിപ്പൽ അച്ഛൻ സപ്പോർട്ട് ചെയ്ത് കൈകയറ്റി വീട്ടിലായിരുന്നു എന്ത് സംഭവിച്ചേനെ. അപ്പോൾ അതിന് നല്ല അധ്യാപകരുണ്ട്, നല്ല മനുഷ്യരെയൊക്കെ കരുതേച്ച് കാണിക്കരുത് കേട്ടോ. ഒരുപാട് സഹായങ്ങൾ വാസ്തവത്തിൽ കത്തോലിക്ക വൈദികരിൽ നിന്ന് നാനാജാതി മതസ്ഥരായ കുട്ടികൾക്ക് കോളേജുകളിൽ ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വർഗീയ വേർതിരിവ്, ഇന്നത്തെ സാഹചര്യം കീഴ്മേൽ മറിയുക, വർഗീയ വേർതിരിവ് കണ്ടമാനായിട്ട് വരുന്നു. അതായത് ഈ അടുത്ത കാലത്താണ് ഭയങ്കരമായ വിദ്വേഷം കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി, എത്രയോ വ്യക്തിയെ സമുന്നതമായ പോലീസ് മണ്ഡലത്തിൻ്റെ ഉന്നത സ്ഥാനത്തിൽ ഇരുന്ന ഒരു വ്യക്തി, ആ വ്യക്തി മൂലമാണ് വാസ്തവത്തിൽ ഇന്നൊരു വൈദികൻ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കും. തെറ്റായ റിപ്പോർട്ട് നൽകി, വൈദിക വിദ്വേഷം, വിരോധം. അദ്ദേഹം മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ ശരി, എവിടുന്നോ തലയിലൊക്കെ കയറി ഈ പരസ്യമായിട്ടുള്ള വിമർശനം വഴിയായിട്ട് വൈദികരെല്ലാം കൊള്ളരുതാത്തവരാണ്, അവരെല്ലാം ഇങ്ങനെ അരാജകത്വത്തിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ സ്ത്രീ, ഉന്നത സ്ഥാനത്ത് നിന്ന ആ സ്ത്രീ വളരെ നെഗറ്റീവ് റിപ്പോർട്ട് കൊടുത്തതിൻ്റെ ഫലമായി ഇന്ന് ആ കേസ് തീരാ കിടക്കും. ഇപ്പോൾ ആദ്യം തെരഞ്ഞെടുപ്പിനൊക്കെ ആ സ്ത്രീ നിന്നിട്ടുണ്ട്. അവർ വാസ്തവത്തിൽ അവരുടെ ആ സ്വഭാവം എന്താണെന്ന് ഇപ്പോൾ ഏറെ കണ്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള രീതികളൊക്കെ ഈ വർഗീയ ചേർന്നൊരു പണ്ടത്തേനൊക്കെ കൂടെ ഇന്ന് കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സ്വന്തം വർഗീയ കക്ഷിക്കകത്ത് പോയി പാട്ട് ചേർന്ന് പ്രവർത്തിച്ചു. ഇപ്പോൾ ഇവരിപ്പോൾ ഔദ്യോഗിക മണ്ഡലത്തിൽ ഇരുന്നപ്പോൾ എന്തൊക്കെയായിരിക്കും ചെയ്തിരുന്നത്? ഇന്നൊരു പ്രത്യേക പാർട്ടിയിൽ ചേർന്ന് നടക്കുന്ന ആൾക്കാർ അവരെ പൊതു ശുശ്രൂഷയ്ക്കുള്ള സമൂഹത്തിൻ്റെ പൊതു ശുശ്രൂഷ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരുന്നപ്പം അവരെന്തൊരു മുൻവിധിയോടുകൂടിയായിരിക്കും കാര്യം കണ്ടത്. അതിനൊന്നാമത്തെ ഉദാഹരണമാണിത്. ഞങ്ങൾക്ക് അനുഭവപ്പെട്ട സംഗതി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഇന്ന് വർഗീയ വേർതിരിവ് ഉണ്ടാവുകയും ആ തരത്തിലുള്ള വിദ്വേഷമായിട്ട് അധ്യാപകൻ വ്യാപരിക്കുകയും ചെയ്താൽ അത് തെറ്റാണ്. നല്ല അധ്യാപകർ പലരും രാഷ്ട്രീയ പ്രവർത്തിക്കുന്നവരുണ്ട്, നന്നായിട്ടറിയാം. ഒരുപാട് കാലം സ്കൂളിൻ്റെയും കോളേജിൻ്റെയൊക്കെ മാനേജരായിരുന്ന വ്യക്തിയാണ് ഞാൻ ഈ പറയുന്ന ആൾ. എനിക്ക് നല്ല ഒന്നാന്തര രാഷ്ട്രീയ അധ്യാപകരെ അറിയാം. പക്ഷേ അവർ നല്ല അധ്യാപകർ ആരും തന്നെ സ്കൂൾ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് രാഷ്ട്രീയം കൊണ്ടുവരില്ല. അത് സ്കൂളിന് പുറത്ത് അവർക്ക് രാഷ്ട്രീയമൊക്കെ ഉണ്ടെന്ന് പിള്ളേർക്കും അറിയാം. പക്ഷേ ക്ലാസ്സിലില്ല, സ്കൂളിൻ്റെ കോമ്പൗണ്ടിനുള്ളിലുമില്ല. സ്കൂളിൽ വരുമ്പോൾ സ്കൂളിൻ്റെ കാര്യങ്ങൾ തന്നെ. അങ്ങനെയുള്ള ധാരാളം മാർഗ്ഗം നമുക്കുണ്ട്. അതുകൊണ്ട് കുട്ടികളെ ശാരീരികമായിട്ട് പീഡിപ്പിക്കുന്ന, മാനസികമായിട്ട് പീഡിപ്പിക്കുക അതും കുറ്റകരമായ കാര്യമാണ്. പാശ്ചാത്യ നാടുകളിൽ അങ്ങേ എക്സ്ട്രീമാണ്. അവിടെയൊന്നും കുട്ടികൾ മാതാപിതാക്കൾക്ക് ദേഹത്ത് തൊടാൻ പറ്റില്ല.
എല്ലാ ക്ലാസ് റൂമിലും കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് പോലീസിൻ്റെ നമ്പർ. അതുകൊണ്ട് വീട്ടിൽ പരിധി വിട്ട് വഴക്ക് പറയുകയോ മാനസികമായിട്ട് പീഡിപ്പിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ കൊച്ചു നേരെ വിളിച്ച് പോലീസിനോട് പറയും. അപ്പനും അമ്മയും പോലീസ് ജയിലിലാണ്, അറസ്റ്റ് ചെയ്യും. അപ്പം അങ്ങനെ എക്സ്ട്രീമാണ് അങ്ങനെയുള്ള രാജ്യങ്ങളുണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് ഇപ്പം അല്ലെങ്കിലുണ്ടല്ലോ കഠിനമായി കുഞ്ഞിനെ ശിക്ഷിക്കുന്ന ഏറ്റെടുത്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കണ്ടു കഴിഞ്ഞാണല്ലോ കൊച്ചിനെ സർക്കാർ അങ്ങ് ഏറ്റെടുക്കും. ഇവിടെ എന്തെല്ലാം ചെയ്യുന്ന കുഞ്ഞുങ്ങളെ, തീരെ പാവപ്പെട്ട് തീരെ താഴ്ന്ന കുട്ടികളെയൊക്കെ എന്താ പൊള്ളിക്കുക, ചട്ടുകം കൊണ്ട് പൊള്ളിക്കുക, എന്തെല്ലാം ദ്രോഹങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കഠിനമായ പീഡനങ്ങൾ നടത്തുന്ന അവസ്ഥ. അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് മറ്റു രാജ്യങ്ങൾ ഒന്നാം വേൾഡിൽ നല്ല ക്രൈസ്തവ രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ ആ മാതാപിതാക്കൾ ഒരിക്കലും പിന്നെ പുറത്തുനിന്ന് വെളിച്ചം കാണില്ല, അല്ലെങ്കിൽ ആ കുട്ടിയെ ഒരിക്കലും ആ മാതാപിതാക്കൾ കിട്ടില്ല. അത് സർക്കാർ ഏറ്റെടുക്കും. അപ്പം അങ്ങനെയുള്ള സാങ്കേതിക നിയമങ്ങൾ ഇവിടെയും വരേണ്ടതാണ്. കാരണം ഈ കുട്ടികളുടെ പീഡനം എന്ന് പറഞ്ഞ് നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഈ അടിയും ഈ നുള്ളും ഈ ഭയപ്പെടുന്നതും കൊണ്ടൊന്നും ഒരു തരത്തിലും കുഞ്ഞുങ്ങൾക്ക് മെച്ചം വരുമെന്ന് ഒരു അപ്പനും ഒരു അമ്മയും കരുതേണ്ടതില്ല. അതല്ല അതിൻ്റെ മാർഗം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ സന്തോഷം അനുഭവിക്കേണ്ടവനല്ലേ ഒരു അപ്പൻ? അതല്ലേ? ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ താരാട്ട് പാടി ഉറക്കിയ അമ്മയെപ്പോലെ തന്നെ ആ കുഞ്ഞിൻ്റെ കാലും കൈയും വളരുന്നതും അത് കമന്ന് കിടക്കുന്നതും നേരെ നിൽക്കുന്നതും അത് സാവധാനത്തിൽ പിടിച്ചെഴുന്നേക്കുന്നതും നിശ്ചയിച്ച് നടക്കാൻ തുടങ്ങുന്നതും പിന്നെ 4 കാലം നടക്കുന്നതും ഇതൊക്കെ കണ്ട് ആനന്ദിക്കേണ്ടവനല്ലേ മാതാപിതാക്കൾ? ആ കൊച്ചു nuവർന്ന് കഴിച്ച് നടക്കാൻ തുടങ്ങിക്കഴിയുമ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ കുസൃതികൾ കണ്ട് സന്തോഷിക്കുക. ജീവിതത്തിൻ്റെ സന്തോഷം പിന്നെ എന്നതാണ്? ആ കുഞ്ഞ് ഇച്ചിരി വളർന്നു കഴിഞ്ഞപ്പോൾ LKG പോയി, പിന്നെ പ്ലേ സ്കൂളിൽ പോയി, അത് കഴിഞ്ഞ് കൊച്ചിനെയും കൊണ്ട് പോയി വരുന്നത് എത്രയോ വല്യപ്പന്മാർ, എന്തൊരു സന്തോഷമാണ് ജീവിതത്തിലെ. കൊച്ചു പൈതലിനെ കൊച്ചു കുഞ്ഞിനെ കണ്ട് ഞാൻ കോട്ടയം പബ്ലിക് സ്കൂളിൽ ഇരുന്നപ്പോൾ ഓർക്കുന്നുണ്ട്. നല്ല ഉയർന്ന ഡോക്ടറായിരുന്ന ആൾ റിട്ടയർ ചെയ്ത് കഴിയുമ്പം വളരെ കൃത്യമായി രാവിലെ ഗ്രാൻഡ് ചിൽഡ്രനെ കയ്യിൽ പിടിച്ചുകൊണ്ട് പള്ളിക്കൂടത്തിൽ കൊണ്ടുവരുന്നു. എന്നിട്ട് പറയുക, അച്ഛാ ഇതാ ഇപ്പം ഏറ്റവും സന്തോഷമുള്ള ജോലി. വലിയ പ്രാക്ടീസ് ചെയ്തിരുന്ന പ്രഗത്ഭനായ ഡോക്ടറുകൾ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം ഈ കുഞ്ഞുങ്ങളൊക്കെ പിടിച്ചിവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത് അനുഭവിക്കുന്നവൻ്റെ ഇത് അപ്പനത് അനുഭവിക്കേണ്ടതല്ലേ? ഒരു പട്ടാളക്കാരനാ ചെയ്ത് ആ പട്ടാളത്തിന് വന്നു കഴിഞ്ഞപ്പോഴത്തെ പട്ടാളത്തിന് ഗൗരവം കൊച്ചിനോട് പ്രയോഗിച്ചേണ്ടി ചെയ്യും. കൊച്ചിനെ മുഴുവൻ ഗൗരവമായിട്ട് കൊച്ചിന് വാത്സല്യം കൊടുക്കാൻ അറിയാൻ പാടില്ലാത്തിട്ടെന്താ ഈ അപ്പൻ ബെൽറ്റ് ഊരി കൊച്ചിനിട്ട് തല്ലും. എന്നിട്ട് ആ കൊച്ചു കൂട്ടുകാരിട്ട് എന്ന് പറഞ്ഞു, പെൺകുട്ടിയെ കൂട്ടുകാരി എന്ന് പറഞ്ഞു, നിൻ്റെ പപ്പായ നല്ല പപ്പ, എൻ്റെ പപ്പ മോശം പപ്പായ, ഞാനും നിൻ്റെ വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ കൊച്ചു, അയ്യോ കൊച്ചെ എങ്ങനെ വന്നാലില്ല, ഞാൻ ആരോടാ പറയുന്നത് പറയാൻ പറ്റുമോ, അമ്മ നമുക്ക് പുറപ്പെട്ടു പോകാം. പോയി, രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞപ്പോൾ അവസാനം ഇത് കണ്ണുനീരോടുകൂടി എല്ലാം അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോൾ അവൾ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ എന്തിനാ ഇങ്ങനെ പോയേ? കൂട്ടുകാർ പറയുക, എനിക്ക് ഇവിടെ തന്നെ വിടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോയെന്ന്. ആലോചിച്ച് നോക്കി. അതുകൊണ്ട് കഠിനമായുള്ള പ്രയോഗങ്ങൾ കുട്ടികളുടെ നേരെ, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും കുട്ടികളിറങ്ങി പോവും. അപകടമുണ്ടാകുന്ന കാര്യം മനസ്സിലായിട്ട് അപകട വികാരങ്ങളെ അവഗണിക്കുന്ന രീതി കുട്ടികളുടെ. അതുകൊണ്ട് ഈ വിലക്കുകളും സ്ഥിരം ശാസനയും അല്ലേ. ഒരു യുവ വക്കീൽ ഈയിടെ ആത്മഹത്യ ചെയ്തിട്ട് കാൺപൂരിൽ, അതായത് പ്രിയൻഷു എന്ന യുവാവിൻ്റെ ജീവിതം അതെല്ലാ മാതാപിതാക്കൾക്കും ഒരു പാഠമാണ്. ഈ തൊട്ടടുത്ത് നടന്ന സംഭവമാണ്. അപ്പനും വക്കീലാണ്. ഇപ്പം നിയമപഠനം കഴിഞ്ഞ് അപ്പനോടൊപ്പം പ്രാക്ടീസ് തുടങ്ങി. അവൻ്റെ ഉള്ളിൽ നീറുന്ന ഒരു പഴയ കഥയുണ്ടായിരുന്നു. മനസ്സിൽ ഭയം മാറാത്ത ഒരു സംഭവം. എന്താ? 6 വയസ്സ് ഉള്ള സമയത്ത് അവനവിടെ വീട്ടിൽ വെച്ചിരുന്ന മാമ്പഴത്തിന് ജ്യൂസ് എടുത്ത് അവനങ്ങ് കുടിച്ചു. ഇതായല്ലേ ചെയ്ത തെറ്റ്. സാധാരണ ഒരു അമ്മ വന്ന് കണ്ട, അപ്പം വന്ന് കണ്ട, നീ കുടിച്ചു സാരമില്ല, നമുക്ക് പപ്പായ്ക്ക് വെച്ചിരുന്നതാണ്, ഞാൻ പിന്നെ വേറെ ഉണ്ടായിക്കോ എന്നല്ലേ പറയുള്ളൂ. പപ്പ ആണെങ്കിൽ എന്താ പറയുന്നത്, നീ എടുത്ത് കുടിച്ചോടാ, ശരി കൊള്ളാം നന്നായിരിക്കും എന്നൊക്കെ എന്നല്ലേ പറയേണ്ടി. ഇതിന് പകരം അപ്പനങ്ങ് ചൂടായി. ആലോചിച്ച് നോക്കണേ, സ്വന്തം മകനെ ചൂടായിട്ട് അവൻ്റെ മുഴുവൻ വസ്ത്രമെല്ലാം അഴിച്ചു വെച്ചിട്ട് അവൻ പുറത്തിട്ട് കഥക് പൂട്ടി. ആ കൊച്ചിൻ്റെ മനസ്സിലേറ്റ ആഘാതം ഭയങ്കരമായിട്ട് അവൻ്റെ മനസ്സിൽ ഭയം വന്ന് നിറഞ്ഞു മൂടിയിട്ട് അവൻ്റെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും ഭയം പിന്തുടർന്നു. ആലോചിച്ച് നോക്കണേ, നമ്മൾ ചെറുപ്രായത്തിലുണ്ടാകുന്ന. അപ്പോൾ വേറൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്. അതായത് ദേവാലയത്തിൽ അല്ല, ഇടവ വികാരിയായ ഘട്ടത്തിൽ ഒരിക്കലും ചെറുപ്പക്കാരൻ ഒരിക്കലും പള്ളിക്കകത്ത് കയറില്ല. പള്ളിക്കകത്ത് കയറാൻ പുറത്ത് നിൽക്കുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മൾ സ്ട്രിക്റ്റായിട്ട്, അന്ന് ചെറുപ്പക്കാരന്മാർ സ്ട്രിക്റ്റായിട്ട് നിർദ്ദേശം കൊടുത്തു, കുർബാന സമയത്ത് അകത്ത് കയറണം. വിചാരിച്ചും കുർബാന ചെല്ലുമ്പോൾ അകത്ത് കയറിയിരിക്കും. അപ്പോൾ കൊച്ചച്ഛൻ പുറത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡിസിപ്ലിന് വേണ്ടി പള്ളിക്ക് ചുറ്റും നടന്നോളാം വികാരി പറഞ്ഞിട്ടുണ്ട്. വികാരി പള്ളിക്ക് ചുറ്റും നടക്കണം. അതായത് ആളുകൾ പുറത്ത് നിൽക്കേണ്ട, അകത്ത് കയറണം. വികാരി നിർദ്ദേശം അനുസരിച്ച് ഞാനിങ്ങനെ നടന്നപ്പോൾ നമ്മൾ മുമ്പ് മൈൻഡ് ചെയ്യാതെ ഒരു ചെറുപ്പക്കാരനോട് നിൽക്കുക. അപ്പോൾ എനിക്ക് തോന്നി അന്നത്തെ പക്വത അന്ന് തമ്പുരാൻ നൽകി, ഒന്നും പറയണ്ട, അത് അവനോട് നിൽക്കട്ടെ എന്നങ്ങ് വിചാരിച്ച്. അത് കഴിഞ്ഞ് ഇവൻ തനിയെ എൻ്റെ അടുത്ത് വന്നു. വെച്ചാൽ അച്ഛനെ ധിക്കരിച്ചതല്ല കേട്ടോ. പിന്നെ എന്നാ പറ്റിയതാ? എനിക്ക് ആരുടെയും മുമ്പിൽ നിൽക്കാൻ പറ്റില്ല. അതെന്നാ?
അയ്യോ എൻ്റെ ആരുടെയും മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പുറകെ ചാരമുണ്ടെന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ. ചാരമോ? അതിനങ്ങനെ. അതായതേ, ഞാൻ കൊച്ചായിരുന്നപ്പം അടുപ്പിൽ ഊതി തണുപ്പ് കാലത്ത് അടുപ്പിനടുത്ത് ഇരുന്നേച്ചും പെട്ടെന്ന് എണീറ്റ് മണിയടിച്ചും പള്ളിക്കൂടത്തിലോട്ട് പോയി കഴിഞ്ഞ ഉടനെ മണിയടിച്ച് ക്ലാസ്സിലേക്ക് സാറ് കയറി വന്നു. സാറ് കയറി വന്ന് പുറകിൽ നിന്ന് ആരാണ്ട് വിരൽ ചൂണ്ടി. എല്ലാവരും ഉറക്കെ ചിരിച്ചു. സാറ് വിചാരിച്ച് സാറ് വന്നുകൊണ്ട് ഇട്ടക്കേട് കൊണ്ട് പിള്ളേർ ചിരിച്ചാൽ കളിയാക്കിയാൻ സാറിന് ചോറിലെടുത്ത് എല്ലാവരും തല അറിയാൻ നോക്കി ഇവൻ്റെ പുറകിലേക്ക് കാണിച്ചു. അവൻ്റെ പുറകിൽ ചാരം. സാറ് കോപിച്ച് പെട്ടെന്ന് കുളിപ്പിച്ചിട്ട് വരാൻ പറയും. ആ പ്രായമല്ലേ, 5ാം ക്ലാസ്സിൽ. 2-3 കടമുട്ടന്മാർ ആൺകുട്ടികൾ ചെന്ന് ഇവനെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് തോട്ടിൽ കൊണ്ടുപോയിട്ട് കഴുകിയിട്ട് ആകെപ്പാടെ അവൻ്റെ തുണിയെല്ലാം അലക്കി ചുരുവിടുന്ന് കിട്ടുകൊണ്ട് ക്ലാസ്സിൽ കൊണ്ട് നനഞ്ഞുകൊണ്ട് ഇരുത്തി. ആ കൊച്ചിൻ്റെ മനസ്സിലേറ്റ ആഘാതം എന്ന് പറയുന്ന പ്രായമായിട്ടും 10-55 വയസ്സായിട്ടും ആ മനുഷ്യൻ്റെ മനസ്സിൽ എൻ്റെ പിറകിൽ ചാരം എന്നുള്ള ചിന്ത, ആളുകളുടെ മുമ്പിൽ നിൽക്കാൻ പേടി. അതുകൊണ്ട് ഒന്നുകിൽ ഏറ്റവും പിറകിൽ, അതായത് മണ്ഡലത്തിൽ അല്ലെങ്കിൽ സൈഡിൽ, ഇതൊരു അനുഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യം വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും ഈ ചെറുപ്പക്കാരൻ വക്കീലിൻ്റെ അവൻ്റെ മനസ്സിൽ ഇത് കിടന്നു. അത് നീറി പോഞ്ഞു. അവൻ വക്കീൽ പണി തുടങ്ങി. അപ്പൻ്റെ കൂടെ. അപ്പൻ യാതൊരു സ്വാതന്ത്ര്യവും വക്കീലായിട്ടും കൊടുക്കുന്നില്ല. സർവ്വസമയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. സ്വതന്ത്രമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റില്ല, ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് വിഷമമായി കഴിഞ്ഞപ്പം നിന്നെ എന്തിനു കൊള്ളാം, ഇതാണ് അപ്പൻ്റെ വർത്തമാനം. ഏതെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ നിന്നെ എന്നാത്തിന് കൊള്ളാം, കാജിന് കൊള്ളില്ലാത്തവൻ. ഇത്തരത്തിലുള്ള വർത്തമാനം കേട്ട് കഴിയപ്പം അവനെന്ത് ചെയ്യുന്നറിയാവോ? കോടതിയുടെ 24ാമത്തെ വയസ്സിൽ കോടതി കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടി എന്നാ ലോകത്തോട് വിളിച്ച് പറഞ്ഞെന്നറിയാമോ? പപ്പ ജയിച്ചു, ഞാൻ തോറ്റു. എന്നിട്ട് എഴുതി വെച്ചിരുന്ന, എൻ്റെ മരണശേഷം എങ്കിലും എൻ്റെ ശരീരം എൻ്റെ അപ്പൻ തൊടാൻ പാടില്ല. ഒരു ഭയങ്കര ബിറ്റർനെസ് ഉള്ളിൽ കിടന്നിരുന്നത്. മാതാപിതാക്കളെ ഓർത്തുകൊള്ളുവേൻ. കുട്ടികളെ ആ കൊച്ചു പ്രായത്തിൽ കഠിനമായിട്ട് ശാരീരിക ശിക്ഷ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഓർക്കണം, അവിടെ മുറിവ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് തിരിച്ചടിക്കുന്ന എങ്ങനെയാണെന്ന് വിഭാവന ചെയ്യാൻ പോലും നമുക്ക് പറ്റില്ല. അത് വളരെ ശ്രദ്ധയോടെ വേണം കുട്ടികളെ ശാരീരിക ശിക്ഷണത്തിലേക്കും മാനസിക ശിക്ഷണത്തിലേക്കും. നിന്നെക്കൊണ്ട് കാശിനുള്ളില്ലടാ എന്നൊക്കെ പറഞ്ഞാൽ ഒരപ്പൻ്റെ വായിൽ വന്നു കഴിഞ്ഞാൽ ആ കൊച്ച് എങ്ങനെ പിന്നെ വളരും മാനസികമായി? ഒരിക്കലും ചെയ്യാൻ പാടുള്ള കാര്യമല്ല. അതുകൊണ്ട് എന്തുമാത്രം താല്പര്യം പ്രോത്സാഹിപ്പിക്കേണ്ടത്. അങ്ങനെ നല്ല അപ്പന്മാർ ധാരാളം ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണല്ലോ നല്ല മനുഷ്യരുള്ളത്. നല്ല അപ്പന്മാരുള്ളത് കൊണ്ടാണ് നല്ല നേതൃത്വത്തിലേക്ക് വന്ന പിള്ളേരൊക്കെ ഉള്ളത്. അവരെ മാറ്റി നിർത്തിയിട്ട് പറയുകയല്ല. എക്സെപ്ഷണലായിട്ടാണെങ്കിലും ഇങ്ങനെയുള്ള അപ്പന്മാരാണ് സമൂഹത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾക്ക് കാരണക്കാരായിത്തീരുന്നത്. നിങ്ങളുടെ അപ്പനും അമ്മയുമാണ്. അമ്മയ്ക്ക് എന്നാ ചെയ്യാൻ പറ്റും? അപ്പോൾ അതുകൊണ്ട് ആ തരത്തിൽ നമ്മുടെ കുട്ടികളെ വഴിതെറ്റിപ്പോകാതെ സൂക്ഷിക്കുന്നതിന് എന്തെങ്കിലും തരത്തിൽ ഇങ്ങനെയുള്ള സ്വഭാവം നമുക്ക് കിട്ടിയൊരു പക്ഷേ പട്ടാളത്തിൽ കിട്ടിയതായിരിക്കും. പട്ടാളക്കാരന് മുകളിലുള്ള ആൾ അംഗീകരിച്ച് കാണില്ല, അല്ലെങ്കിൽ അദ്ദേഹം കഠിനമായിട്ട് ശിക്ഷിച്ച് കാണും, അല്ലെങ്കിൽ ഭയങ്കരമായി ക്രൂരമായിട്ട് പെരുമാറി കാണും, അംഗീകാരം നൽകി കാണില്ല. പട്ടാളത്തിൽ ഉള്ളതാണല്ലോ. ഇപ്പോൾ ഗ്രഡേഷൻ അതിന് മുകളിലുള്ളതും താഴെയുള്ളതുകൊണ്ട് ചവിട്ടും. ആ ചവിട്ട് കൊണ്ട് വളർന്നതിൻ്റെ ആ ചവിട്ട് ഇവിടെ വീട്ടിൽ വന്നിട്ട് കൊച്ചിനിട്ട് ചവിട്ടില്ല എങ്ങനെയാണ് ശരിയാവുന്നത്? അതുകൊണ്ട് അവിടെ കിട്ടിയ ഫോർമേഷനിൽ പുറത്തിറങ്ങി വരുമ്പം ഒരു പുനരവലോകനം ചെയ്തിട്ട്, ഇത് ഞാനിവിടെ പട്ടാളക്കാരനായിട്ടുള്ള വരേണ്ടേ, അപ്പനായിട്ടാണ് വരേണ്ടേ. പലരും വീട്ടിലേക്ക് വരുന്ന കച്ചവടക്കാരനായിട്ട്, അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുന്ന പട്ടാളക്കാരനായിട്ട്, അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന പോലീസുകാരനായിട്ട് അങ്ങനല്ല വരേണ്ടിയേ. പോലീസിൻ്റെ തൊപ്പിയൊക്കെ താഴെ അയച്ചു വെച്ചിട്ട് പട്ടാളക്കാർക്ക് മാറ്റി വെച്ചിട്ട് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ സ്നേഹമസനായ പിതാവായിട്ട് കടന്നു വരാൻ പറ്റണം. എന്നെ സ്വർഗസ്നായ പിതാവേ എന്ന് വിളിക്കാൻ എനിക്ക് പറ്റുന്നില്ല അച്ഛാ എന്ന് പറഞ്ഞുള്ള കുട്ടികളുണ്ട്. കുട്ടി എനിക്ക് പറ്റുന്നില്ല സ്വർഗസ്നായ പിതാവേ എന്ന് വിളിക്കാൻ. കാരണം എന്താണെന്നറിയോ? അത്രയ്ക്ക് ക്രൂരത അപ്പൻ കാണിച്ചെന്ന് മാത്രമല്ല, എൻ്റെ അപ്പൻ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു എനിക്ക് 2, 4, 5 വയസ്സുള്ളപ്പോൾ. അപ്പോൾ മറ്റുള്ളവർ ഏട്ടന്മാർ പെരുമാറൊക്കെ വേറെ കാര്യം. അപ്പോൾ അതുകൊണ്ട് ആത്മഹത്യ ഒരു അപ്പൻ. ഞാനെങ്ങനെയാണ് അപ്പൻ എന്ന് പറയുന്ന കാര്യത്തിന് അർത്ഥം കൊടുക്കാൻ പറ്റുന്നത്? സ്വർഗസ്നായ പിതാവിനെ എനിക്ക് വിളിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഇത് സ്വർഗസ്നായ പിതാവെന്ന് വിളിക്കുന്നത് സ്നേഹമസനായ പിതാവെന്നല്ലേ പറയുന്നത്. എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ അപ്പനത് ചെയ്യുമോ? മറ്റുള്ളവരെ കുറിച്ച് ആത്മഹത്യ ചെയ്യുമോ? അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നത് കൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യത്തെ ശ്രദ്ധിക്കുക. പേരൻറ്റിങ് എന്ന് പറയുന്ന അത് ഗൗരവമായൊരു കാര്യമാണ്. അതിന് ദൈവത്തിന് യോഗ്യമായ രീതിയിൽ അത് നിർവഹിക്കുന്നതിനുള്ള ശക്തി നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.